ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അജീസ് ലിറ്റിൽ വേൾഡ്. ഇന്നത്തെ ഒരു പുതുമയുള്ള റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉണക്കിയ ചെറുപഴം കൊണ്ടൊരു പഴംപൊരി. കായ ഒരുമിച്ച് പഴുത്ത് കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈവനിങ് സ്നാക്കുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണക്കി വെച്ചിട്ട് ഏകദേശം ഒരു 4 മാസത്തോളം ആയിട്ടുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. വളരെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല വെയിലുള്ള സമയത്ത് ഒരാഴ്ചയോളം ഞാനത് വെയിലത്ത് വെച്ചിരുന്നു. ചെറുപഴത്തിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. നല്ല വെയിലുള്ള സമയത്ത് തിരിച്ചും മറിച്ചും ഇട്ടത് നന്നായിട്ട് ഉണക്കിയെടുത്താൽ ഒരുപാട് നാളിത് കേടുകൂടാതെ ഇരിക്കും. ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഓരോ പഴത്തിൻ്റെ നുറുക്കും എടുത്ത് ബാറ്ററിൽ മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനധികം ഓയിൽ വേണ്ടി വരില്ല, കാരണം ഉണങ്ങിയ പഴമായതുകൊണ്ട് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. 2 ബാച്ചായിട്ടാണ് ഞാനിത് റെഡിയാക്കിയെടുത്തത്. വളരെ ടേസ്റ്റി ആയിട്ടും ഏറ്റവും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. നമ്മുടെ വീട്ടിലൊക്കെ പഴം കൂടുതലുള്ള സമയത്ത് വെയിലും ഉണ്ടായിരിക്കണം കേട്ടോ. ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഏത്തക്കായ നല്ല വില കൊടുത്ത് വാങ്ങിക്കാതെ ഇതുപോലെയും നമുക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.